ചേട്ടാ ഞങ്ങളുടെ ഈ പുഴയിൽ ഈ മുണ്ട് പൊക്കി പിടിച്ച് ഒന്നും പറയണ്ട മോനെ. ഞാൻ അവിടുത്തെ കടയിൽ നിന്ന് ഒരു ബിരിയാണി കഴിച്ചാ ഇടങ്ങേറായി പോയി. ഓ എന്റെ അമ്മ വല്ല തെറി ബിരിയാണി ആയിരിക്കും. എന്ത് വേണ്ടാറാണോ പുതിയ കട തുടങ്ങിയതല്ലേ, ഓഫർ ഉണ്ടെന്ന് കാണിച്ച് പോയി കയറി കഴിച്ചാ. പിന്നെ അതിന്റെ ഓഫറിനെ കാണാനുണ്ട്. അല്ല ഓഫർ നോക്കണ്ട കേട്ടോ. ഒരുപാട് പേര് ഞാൻ പറഞ്ഞേ ഇന്നലെ ഒരു രണ്ടുപേര് പോലെ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടേ മീൻ കഴിച്ചതാ. മീനിന്റെ മുട്ടയും കൂടി കഴിച്ച് എന്നിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇവർക്ക് ആകെ പ്രശ്നമായി. രണ്ടുപേരും 2 ഹോസ്പിറ്റലിലാക്കി. പക്ഷെ രണ്ടുപേരും മരണപ്പെട്ടു. ചേട്ടൻ മീനാണ് കഴിച്ചേ? ബിരിയാണി. ഞാൻ ബിരിയാണി കഴിച്ചേ. അതെ ബിരിയാണി ചെറിയ ബിരിയാണി കഴിച്ചത് എനിക്കറിയാം. എന്ത് സാധനമല്ലേ ഫുഡ് പോയിസൺ ഉണ്ടാവും കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ പോണത് കാര്യങ്ങള്. എന്ത് ചെയ്യാൻ പറ്റുന്നേ? ഈ ഗവൺമെന്റ് ഇതിന് വേണ്ടിട്ട് ഒന്നും ചെയ്യാത്ത എന്താ? ഗവൺമെന്റ് ചെയ്യാന്ന് പറയണെങ്കിൽ ഈ ഫുഡ് ഇൻസ്പെക്ടർമാര് ഒന്ന് വല്ല പരിശോധന ഉണ്ടോ? അവരൊന്നും ഒന്നും നോക്കണമെന്നില്ല. അവരെ ശമ്പളം മേടിക്കണം മാത്രമേ ഉള്ളൂ. പിന്നെ അവരാകെ ചെന്ന് നോക്കും ബെന്റിന്റെ ഇവരെ കൂടെയുള്ള ഒരു പണിക്കാരുണ്ടോന്ന്. അല്ലാണ്ട് അവരൊന്നും പണിയൊന്നുമില്ല. അവരൊന്നും പരിശോധന ഒന്നും ഇല്ല. ഇപ്പൊ പഴയമാര് ഇടയ്ക്കില്ല ചെക്ക് പോസ്റ്റിലും മീൻ ചെക്ക് ചെയ്യും. 2-3 ദിവസം ഭയങ്കര ചാനലൊക്കെ എടുത്ത് ഭയങ്കര ഇതൊക്കെ ഇരിക്കും. ഭയങ്കര പെരുന്നാളായിരിക്കും. ഇത് കഴിഞ്ഞിട്ടല്ലോ 2 ദിവസം കഴിഞ്ഞാൽ അത് ഇടപാട് തരും. മീനിൽ പോലെ എന്താ ചേർക്കേണ്ടത് വയറ്റി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ജനങ്ങൾ. ഈ ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞ ഗവൺമെന്റ് പറയണ്ടല്ലോ. ഈ ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഷൻ കട വഴി കിട്ടുന്ന സാധനങ്ങൾ കുറയ്ക്കലാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞാൽ എന്താ പറയുമോ? ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു മായം കലരാത്ത ഭക്ഷണം, നല്ല ഭക്ഷണം ഇതൊക്കെ കിട്ടുന്നു. അതായത് സുരക്ഷയോടുകൂടിയുള്ള ഭക്ഷണം ഇത് കിട്ടണം. അല്ലാതെ ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ജനങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങൾ വെട്ടിക്കുറച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ശരിക്കും ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതൊക്കെ ജന്മത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഈ ജന്മത്തിൽ ഏതായാലും സർക്കാരിന്റെ ഒരു ബുദ്ധി ഉണ്ടാവട്ടെ ഈ കാര്യത്തില്. അത്രേ പറയുള്ളൂ. ഞാൻ സംസാരിച്ച ചെയ്ത് ഒന്നുകൂടി പോണം. അത് ഭക്ഷ്യസുരക്ഷ അത് ശരിയായിക്കോളും. ആ നീ വീട്ടിൽ പോകാൻ നോക്ക്.